ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ ചെയ്തൊരു കാര്യമായിരുന്നു കേട്ടോ അത്. കണ്ടപ്പോൾ മനസ്സിലായല്ലോ ആരാണെന്ന്. നമ്മുടെ ചില്ലുകൂടിലൊക്കെ കാണപ്പെടുന്ന ഒരാൾ. വായോ വായോ എന്നും പറഞ്ഞിട്ട് നമ്മളെ വിളിക്കാറില്ലേ വൈകുന്നേരങ്ങളിലൊക്കെ, അങ്ങേര് തന്നെയാന്നേ. അപ്പോൾ ഞാനിന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കുറച്ച് പഴം നന്നായിട്ട് പഴുത്തു പോയി. ഇപ്പോൾ ചൂടായതുകൊണ്ട് പെട്ടെന്ന് പഴുത്തു പോകുന്നുണ്ടല്ലോ. അങ്ങനെ ആ പഴങ്ങൾ ഉണ്ടായിരുന്നെല്ലാം കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ഏലക്ക നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. തൊണ്ടോട് കൂടി ചതച്ച കാരണം അതൊന്ന് മാറ്റി കൊടുത്തിരുന്നു. പിന്നെ പോയിട്ട് നമുക്ക് ജീരകമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജീരകം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അങ്ങോട്ട് ഇടുകയാണ് ചെയ്തത്. അല്ലാതെ കല്ലുകൊണ്ട് ചതയ്ക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കൈകൊണ്ട് തിരുമ്മിയിട്ടാലും മതിയാവും. പിന്നെ പോയിട്ട് ശർക്കര, അത് 2 തരത്തിലുണ്ടായിരുന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ ഉരുക്കി വെച്ചിരുന്നതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ ഉണ്ടായിരുന്ന സാധാരണ ശർക്കര ഉണ്ടായിരുന്നു. അപ്പോൾ ചൂട് കാരണം അത് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. അത് ആ കട്ട പിടിച്ചിരുന്നത് ചുരുണ്ടി ഇടാനൊട്ട് പറ്റുകയേ ഇല്ലായിരുന്നു. പിന്നെ ഉരുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഇല്ലായിരുന്നു, അങ്ങനത്തെ ഒരു ശർക്കരയായിരുന്നേ. അപ്പോൾ അതും കൂടെ പഴത്തിൻ്റെ കൂടെ അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴവും ശർക്കരയും നമ്മുടെ ഏലക്കായും ജീരകവും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് പീച്ചി എടുത്തിട്ടുണ്ടായി. വെള്ളം ഒട്ടും ചേർക്കാതെ കേട്ടോ. ആ പഴക്കൂട്ടി തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു കപ്പ് ഗോതമ്പ് പൊടി മിച്ചത്തോളം വന്നിട്ടുണ്ട്. അതായത് ആ പഴം കുറച്ച് കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു അളവായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ നോക്കിയില്ല. ആ പഴത്തിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുകയോ ചെയ്ത്, വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. അതൊട്ടും പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് പറ്റിപ്പോയതാട്ടോ. അതപ്പോഴാണ് ഓർത്തത് ഇത്തിരി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്ന കാര്യം. അങ്ങനെ ഞാനെന്താ ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് ബേക്കിംഗ് സോഡ എല്ലാം കൂടി ഇട്ടൊന്ന് കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ എന്ന്. പെട്ടെന്ന് തന്നെ കുറച്ചുകൂടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അതിനിടയ്ക്ക് എന്തെങ്കിലും കുഴച്ച് വന്നപ്പോൾ പൊടിയുടെ ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് തിക്ക് വേണ്ട കേട്ടോ, ഒത്തിരി ലൂസ് ആവണ്ട, ഒത്തിരി തിക്കും വേണ്ട. നമ്മൾ ഈ കൈ കൊണ്ട് എടുത്ത് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇടാൻ പാകത്തിനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്. ഇപ്പോൾ രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത് ഉപ്പിട്ട് കൊടുത്തു, ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു എന്ന് ഓർത്തുകൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. നമ്മളത് കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത്. ഇതിലേക്ക് ഇനി എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. സാധാരണ രീതിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാമെന്നുള്ളൂ. ഇത്തിരി കയ്യെ പറ്റും, നമുക്കൊരു ചെറിയൊരു ഇറിറ്റേഷൻ പോലെ തോന്നും. പക്ഷേ എങ്കിലും സാരമില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1.5-2 മണിക്കൂർ, ഞാനൊരു 2 മണിക്കൂറോളം വെച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അത് തുറന്ന് നോക്കിയതേ. അപ്പോഴേക്കും നമ്മുടെ മാവ് ഒരുമാതിരി ഒത്തിരി പൊങ്ങിയിട്ടില്ല, എന്നാലും ശകലം പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മാവ് നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, എണ്ണയ്ക്കകത്ത് ഇടാൻ വേണ്ടി എടുക്കുമ്പോൾ കുറച്ച് മാവ് എടുത്ത് എണ്ണയ്ക്കകത്ത് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് നനയ്ക്കണം കേട്ടോ. വെള്ളത്തിൽ നനച്ചിട്ടേ എടുക്കാവുള്ളൂ ഓരോ വട്ടവും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ ഇടുമ്പോഴും അവർക്ക് ഒരു ഷേപ്പ് കിട്ടത്തില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. പക്ഷേ ഒരു കുഴപ്പമില്ല, അത് ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് മൂത്ത് വരുന്ന സമയത്തുണ്ടല്ലോ നല്ല അത്യാവശ്യം നമ്മുടെ ബോണ്ടയുടെ ഷേപ്പ്, അല്ലെങ്കിൽ ഉണ്ടംപൊരിന്ന് മറ്റൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ആ ഷേപ്പിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിന് കളർ വന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കര നല്ല കളറുള്ള ശർക്കരയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്, ശർക്കരയ്ക്ക് കളർ കുറവാണെന്നുണ്ടെങ്കിൽ അത്രയും കളർ വരത്തില്ല. ഇനി പഞ്ചസാര ചേർക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കാം. അപ്പോൾ അതേ ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ചെറിയ തെറ്റുകളുണ്ടാവും, സോറി കേട്ടോ.